എല്ലാം സെറ്റായ അമ്മ? ഓക്കെ, നമ്മളിത് ഇവിടെ വെളിയിലാണ് പൊങ്കാല ഇടുന്നത്. 3 പൊങ്കാല ഇടുന്നുണ്ട്. കാര്യം ഒന്നെങ്കിൽ ഒന്നായിട്ട് ഇടണം, അല്ലെങ്കിൽ 3 ആയിട്ട് ഇടണം. 2 പൊങ്കാലയുണ്ട്. ഓ, പൊങ്കാല ചോറും മണ്ടപ്പൂറ്റ് മാത്രമേ ഇടണുള്ളൂ, പായസം ഇടണമെന്നില്ല? ഓ, അതാണ്. ഓക്കെ, ഒരു പായസവും ശർക്കര പായസവും പൊങ്കാലച്ചോറും മണ്ടപ്പുറ്റുമാണ് നമ്മളിന്ന് ഇടുന്നത്. രാവിലെ തന്നെ നല്ല വെയിലുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെയിലാവും. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഏത് മണ്ടപ്പൂറ്റിനാ? ഓക്കെ, മണ്ടപ്പൂറ്റിനെ കുഴക്കാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, എത്ര മണിക്കാണ് പൊങ്കാല തുടങ്ങണത്? 9:45 പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ കത്തിക്കണം. അപ്പം 9:25 ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളക്ക് കത്തിക്കണം. അപ്പം പോകാൻ പറ്റാത്ത സങ്കടമൊക്കെ നമ്മൾ ഇവിടെ അങ്ങ് നികത്തും. കാവ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയി ഇടാൻ പറ്റത്തില്ല, ട്രിവാൻഡ്രത്താണെങ്കിലും. അപ്പം നമ്മൾ വീട്ടിൽ അത് സങ്കല്പിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പൊങ്കാല ഇടാനായിട്ട് പോവാണ്. നമുക്ക് കുറച്ച് പൂ പറിച്ചിട്ട് വരാം. വീട്ടിലങ്ങനെ പൂവിൻ്റെ അളവ് കുറവാണ്. അപ്പം നമ്മൾ പോയിട്ട് കുറച്ച് പൂ പറിച്ചിട്ട് വരാം. ഞാൻ പോയി ലിപ്സ്റ്റിക്ക് മാറ്റി. എന്തോ ഒരുമാതിരി വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ലിപ്സ്റ്റിക്ക്? ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിലുണ്ടല്ലോ ഉറങ്ങിയ പോലെ ഇരിക്കും. കണ്ണ് എഴുതിയിട്ടില്ല, അപ്പോൾ എന്തായാലും ഉറങ്ങിയ പോലെ ഇരിക്കും. അയ്യോ, ഇവിടെ എനിക്ക് ഇല്ലാട്ടോ, വളരെ കുറച്ച് പൂവേ ഉള്ളൂ. അതാ ഇത്ര പൂവ് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് അപ്പുറത്തെ വീട്ടിൽ കൂടെ പോയി നോക്കിയിട്ട് അവിടെ പൂവുണ്ടാവും നോക്കിയിട്ട് വരാം. പൂവിനൊക്കെ എന്താ ശോകം. ഇതിൽ മൊട്ടിടാൻ പാടില്ലല്ലേ? ഇതിന്റെ ഇല ചേർക്കണോ? അതിൽ നിന്ന് 2 ഇത് അവിടുന്ന് നമുക്ക് തളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൂജ പോലെ ഒരു സാധനം അലമാരി ഇതിരിക്കുന്നുണ്ട്. ഇത് കളറേ, പിന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഇതവിടെ ഇരിപ്പുണ്ട്, ചെമ്പ്. ആ ചെമ്പെടുത്ത് ചെമ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് ഒരു തുളസിപ്പൂ ഇട്ട് ഗംഗേ ച യമുനേ ദേവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചേക്കണം. അതിൻ്റെ മുമ്പിൽ വിളക്കിൻ്റെ മുമ്പിൽ വെച്ചേക്കണം. നമുക്ക് അവസാനം കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം. പിന്നെ എനിക്ക് സംസാരിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ഇത് എല്ലാം തീർത്തെടുക്കാം. തുളസിപ്പൂ മാത്രമേ ഇടാവൂ? 1-2 തുളസിപ്പൂ നമുക്ക് അതിൽ കൊണ്ടയോടെ ഉള്ളതുണ്ടാവും. കൊണ്ടയോടെ ഉള്ളത് ഇത് മതിയാ? കൊണ്ടയോടെ ഉള്ളത് ഇട്ട് അതിനകത്ത് കൂടെ ഇല്ല. കൊണ്ടയോടെ ഉള്ളത് എനിക്ക് കളിക്കാൻ എടുക്കാം. അതിൽ നിന്നൊരു കൊണ്ട ഒടിച്ചാൽ മതി. ഈ ഓൾമോസ്റ്റ് ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ കത്തിക്കും. നമ്മൾ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് കത്തിക്കണേ എന്നുള്ളത്. കുഞ്ഞമ്മ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞമ്മയുടെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ തീ കത്തിക്കും. എല്ലാം റെഡി.
Sari gama mama gari gama pada ni sari da ni da ni da sari da ni sari gari sari da sari da ni sari da mama gari da ni da dim dum da na da dim dum da na dim dum da na dim dum da na na Renu Rana Rana Renu Renu Dim dum da na da dim da na da dim dum da na da dim da na dim dum da na. ഇപ്പോൾ പൊങ്കാലയിട്ട് ഏകദേശം ആയി. ഏകദേശം എന്ന് പറഞ്ഞാൽ മണ്ടപ്പൂറ്റ് സൈഡിൽ നിന്ന് ആവുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ നിന്ന് പായസം ആവുന്നുണ്ട്, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ പൊങ്കാലച്ചോറ് തന്നെയാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതും ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വാവയ്ക്ക് പോയി ഫുഡ് കൊടുക്കണം. വാവ അവിടെ സീനാക്കി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അവർ ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പം വലിയ സീനാക്കണതിന് മുന്നേ പോയി കുറുക്ക് കൊടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ ടെൻഷനിൽ നിൽക്കുകയാണ്. രണ്ടും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പോയിട്ട് വരാമോ? അതെ, ബാക്കി അമ്മ നോക്കോളും. കുറുക്കിനുള്ള പൊടിയാണ് ഇത്. റൈസ് പൗഡറാണ് ആക്ച്വലി. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതൊരു നേരത്തെ മീലായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട്, ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ഞാൻ ചിലപ്പോൾ തുപ്പിക്കളയും, അത് ഞാൻ നോക്കാറില്ല, ഞാൻ കൊടുക്കും. ചില ദിവസങ്ങളിൽ കഴിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ തുപ്പിക്കളയാറുണ്ട്. അപ്പോൾ അതൊരു മൂഡ് പോലെ ഇരിക്കും. കുത്തിവയ്ക്കാമോ? കുത്തിവയ്ക്കാമോ? ഓ ഓ ഓ ഓ ഓടാ. ഓ പാപ്പം കഴിക്കാമോ? പാപ്പം കഴിക്കാമോടാ? പാപ്പം കഴിക്കോടാ? നമ്മൾ പൊങ്കാലയ്ക്ക് ഇത് ഇട്ട് കഴിഞ്ഞു. ഞാൻ ഫീഡ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ പായസം ഉണ്ടാക്കി. മണ്ടപ്പുട്ടായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. അതാ നീ കഴിച്ചോളൂ. ഞാൻ ഇനി 12 കാലാകുമ്പോൾ തളിക്കുമല്ലോ. വന്നിട്ട് എത്രയായി? അത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം. അല്ല, എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും. നീ കഴിച്ചോ? കുഴപ്പമില്ല. പൊങ്കാലയിട്ട് കഴിഞ്ഞാൽ കഴിക്കാം. അങ്ങനെ കഴിക്കാറുണ്ട്. അതെ, ഫുഡ് നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. കാര്യം പൊങ്കാലയ്ക്ക് നോർമലി നമ്മൾ പൊങ്കാലയ്ക്ക് ഇട്ടതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. ഫീഡ് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു നല്ലപോലെ ബോഡി തളരുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. അമ്മയ്ക്ക് ചായയാണോ വേണ്ടത്, വെള്ളമാണോ വേണ്ടത്, എന്താ വേണ്ടത്? ചൂടുവെള്ളം. നോക്കി നോക്കി.
അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നിവേദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ചുകൂടെ ടൈമുണ്ട്, 1 മണിക്കൂറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം 11:15 കഴിഞ്ഞു. വീട്ടിലിടണ പൊങ്കാലയും വെളിയിൽ നമ്മൾ അവിടെ വീട്ടിലിടണ പൊങ്കാലം നമ്മൾ അവിടെ പോയിടുന്ന പൊങ്കാലം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാര്യം ആ സമയത്ത് പൊങ്കാല അടുപ്പത്ത് ഇത് വെക്കണ സമയം മുതൽ നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയ്ക്കും പുകയായിരിക്കും. എനിക്ക് പണ്ടൊന്നും ഒട്ടും പറ്റില്ലായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ പോയി നിൽക്കാനായിട്ട്. പക്ഷെ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോയി പൊങ്കാല ഇടാൻ. എല്ലായിടത്തും പോവും, എല്ലാ അമ്പലങ്ങളിലും പോവും. പക്ഷെ ആറ്റുകാൽ പൊങ്കാല ഞാൻ ഇത്രയും എക്സ്പ്ലോർ ചെയ്തത് ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മായിയുടെ കൂടെ പോയതിന് ശേഷമാണ് ആറ്റുകാൽ പൊങ്കാല എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഒന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിരുന്നു, അതിന് മുന്നത്തെ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണ് അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം പോയില്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പോയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോകണം. ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല, വാവ ഉള്ളതുകൊണ്ട്. അടുത്ത പ്രാവശ്യം പറ്റിയെങ്കിൽ വാവ കുറച്ചുകൂടെ ആവുമല്ലോ. എന്തടാ 2:30 ആവും തോന്നുന്നു. എത്ര മണിക്ക് അമ്മ നിവേദിക്കണേ? 2:10 ആവും. 2:15 2:15. നേരത്തെ 12 എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കാണുമ്പോൾ കേട്ടത് 12 2:15 ആകുമ്പോഴേ തളിക്കുള്ളൂ. അപ്പോൾ അതെ നമ്മൾ കുറച്ച് തണ്ണിമത്തനൊക്കെ മുറിച്ചു. അമ്മ ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് കുറച്ച് നാരങ്ങ വെള്ളം കൊടുത്ത് തണ്ണിമത്തനം മുറിച്ചു കൊടുത്തു. യെല്ലോ തണ്ണിമത്തൻ കുറച്ചുകൂടെ മധുരമുണ്ട്, കൊള്ളാം. ലിപ്സ്റ്റിക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ? നല്ല രസമില്ല. ഏതിൻ്റെയാണെന്നറിയോ? മാഴ്സിൻ്റെയാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് എൻ്റെ ചുണ്ടിൻ്റെ പ്രശ്നം, ഈ ഒരു ഭാഗത്ത് അത് സ്റ്റേ ചെയ്യില്ല, അത് പോവും. ഡസൻറ്റ് ലുക്ക് ഗുഡ്. കുരുമാതെ വാവയെ ഉറപ്പിച്ചെടുത്തേക്ക് അവ ഇപ്പം എണീക്കും. ഇപ്പോൾ 2:15 നമ്മൾ മേടിക്കാനായിട്ട് പോവാം. അമ്മതാ വിളക്കൊക്കെ കത്തിക്കുക. ഫുൾ ഓണാണ്. ന്യൂസൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മേടിക്കുന്നത്. അങ്ങനെ നമുക്ക് പൂജാരി ഒന്നുമല്ല, നമ്മുടെ അമ്മ തന്നെയാണ് നമ്മുടെ പൂജാരി. ദീം ദൂം തന തദീം തന ദീം ദൂം തന തദീം തന ദീം ദൂം തന ദീം ദൂം തന തദീം തന ഉദനി തദനി തന ദിര തന ഉദനി തദനി തന ദിര തന തന ദദിയന താ ദീം ദൂം തന തദീം തന ദീം ദൂം തന തദീം തന ദീം ദൂം തന തനദീം തന തദീം തന തനദീം തന തദീം തന തനദദിയന ദിയന തന തനദീം തന തദീം തന തനദദിയന ദിയന തന തദീം തന തനദദിയന താന താന തനദീം ദൂം തന തദീം. എൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ പൊങ്കാല ഇട്ടു. സോ ഹാപ്പി. കാര്യം അവിടെ പോയി ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അതെന്തായാലും വീട്ടിലിട്ടപ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട്. അത് കുറേ പേർക്കൊക്കെ മനസ്സിലാവും അത് ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഇടണം എന്നൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ബട്ട് അമ്മ വീട്ടിലിടുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും ഓക്കെ നമുക്കും അപ്പോൾ വീട്ടിൽ ഇടാമല്ലോ എന്നുള്ളൊരു എന്താ പറയുക തോട്ട് വന്നു. അപ്പം പിന്നെ ഇന്നങ്ങനെ പൊങ്കാല ഇട്ടു. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ പോയി ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കാം നമുക്ക്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. വെരി സ്പെഷ്യൽ ലഞ്ച്. നമ്മളിന്ന് മേടിച്ച ചോറും തൈരും അതുപോലെ തന്നെ അച്ചാറ്, ഒരു സ്പെഷ്യൽ ലഞ്ചാണ്. അപ്പോൾ ലഞ്ച് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മണ്ടപ്പുറ്റ്. അതാണ് ഇനി അടുത്ത് കഴിക്കാൻ പോണേ. ഇന്ന് നമ്മളെ ലഞ്ച് വെള്ളച്ചോറും തൈരും അച്ചാറും ചമ്മന്തിയും അതുപോലെ തന്നെ പപ്പടവും ഉണക്ക മുളകും. അടിപൊളിയാണ്. ഇതിൻ്റെ കോംബോ കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സൂപ്പറാണ്.
പപ്പടം തൈരും ചോറ് കഴിക്കും. പപ്പടം തൈരും ചോറും തൈരിട്ട് വിളിച്ചിട്ട് ഓ വലിയ തൈരൊരു ഡപ്പ പക്ഷെ തണുപ്പുണ്ട്. തൈരൊരു ഡപ്പ എവിടെ നിന്ന് എടുത്ത് വെച്ചിട്ട് വെരി ടേസ്റ്റി. കഴിച്ചിട്ട് പറയാം. നല്ല കട്ട തൈരും വെരി ടേസ്റ്റി. ഞാൻ പറഞ്ഞ കഴിക്കാൻ പോണേ എന്തിലും രണ്ടൂടെ ചേക്കണം. ഞാൻ കഴിക്കട്ടെ. ഭയങ്കര സൗണ്ട്, ടൂ മച്ച് സൗണ്ട്. എന്തോ മോനെ അത് ചേട്ടാ എടുക്കട്ടാ. ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ എടുത്തോളാം. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം ഞാനും ബാവയും കൂടെ കിടന്നുറങ്ങി. സൗണ്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണ്. 3 ദിവസമായിട്ട് വയ്യായിരുന്നു. തണുപ്പ് എൻ്റെ ഇത് അടിച്ചതിന് ശേഷം അത് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങൾ ഇവിടെ കഴിയാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് പേര് വന്നിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലല്ല. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ കുറച്ചധികം വർഷങ്ങളായപ്പം പണ്ടത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം ഒന്നെങ്കിൽ ഒരു എന്താ പറയുക ബ്യൂട്ടി മേക്കപ്പ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നെ ഗ്രാജുവലി നമ്മൾ അതിൻ്റെ ഇതൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതും കൂടെ ആഡ് ഓൺ ആയിട്ടുള്ളൂ. പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് പുതിയതാണ്, അതായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പതുക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി എനിക്ക് അറിയാവുന്ന ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് എൻ്റെ നീഷ് എന്ന് പറയുന്നത് ബ്യൂട്ടി മേക്കപ്പ് ഫാഷനൊക്കെയാണ്. അപ്പം അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാം. കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോസിൽ കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളത്. അപ്പം അതും കുറച്ചൊക്കെ ആഡ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.